ഇംഗ്ലീഷ് പേപ്പർ വായനയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള വീഡിയോ സീരീസ് തുടരുന്നു. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ന്യൂസിൻ്റെ തുടർ ന്യൂസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനുവേണ്ടി ന്യൂസ് ഓപ്പൺ ചെയ്യാം. Though Modi met President Xi Jinping, Xi Jinpingനെ പ്രധാനമന്ത്രി മോഡി കണ്ടു twice, 2 പ്രാവശ്യം കണ്ടു. during that period, ആ സമയത്ത്, ആ പീരീഡിൽ 2 പ്രാവശ്യം പ്രസിഡന്റിനെ കണ്ടു. ഏതൊക്കെയാണ് ആ പീരീഡ്? ഇൻ ജൂണിൽ ഡ്യൂറിംഗ് ദ SCO സമ്മിറ്റിലും അതേപോലെ ആൻഡ് അഗെയിൻ ദ തിയാമിൻ ഡ്യൂറിംഗ് ദ ബ്രിക്സ് സമ്മിറ്റ്, തിയാമിൽ വെച്ചുള്ള ബ്രിക്സ് സമ്മിറ്റിലും അതേപോലെ SCO സമ്മിറ്റിലും ഉച്ചകോടിയിലും മോഡി 2 പ്രാവശ്യം പ്രസിഡന്റിനെ കണ്ടു. ദേ അഗ്രീഡ് ടു, അവർ സമ്മതിച്ചു, നോട്ട് ലെറ്റ് ദി ഡിഫറൻസസ് ബിക്കം ഡിസ്പ്യൂട്ട്സ്, അവർ അനുവദിക്കുകയില്ല ഡിഫറൻസസ്, ഈ അഭിപ്രായ ഭിന്നതകൾ ഒരിക്കലും, ഡിഫറൻസ് എന്ന വ്യത്യാസം എന്നൊക്കെ അർത്ഥം, പക്ഷേ ഇവിടെ അഭിപ്രായ ഭിന്നതകൾ അനുവദിക്കില്ല. എന്തനുവദിക്കില്ല? ബിക്കം ഡിസ്പ്യൂട്ട്സ്, ഒരു തർക്കമാവാൻ അനുവദിക്കുകയില്ല. അപ്പോൾ നമ്മുടെ അഭിപ്രായ ഭിന്നതകളെല്ലാം ജസ്റ്റ് പരിഹരിക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം. There was a little progress, അവിടെ ചെറുതായ ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്നു, ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഇൻ നോർമലൈസിങ്, അതിനെ ലഘൂകരിക്കാൻ. ദ സ്ട്രെയിൻ ടൈസ്, ആ വലിഞ്ഞു മുറുകിയ ആ കെട്ടിനെ ഒരു അയവ് വരുത്താൻ ഇദ്ദേഹത്തിൻ്റെ 2 പ്രാവശ്യമുള്ള മോദിയുടെ ഒരുമിച്ച് കൂടൽ, കണ്ടുമുട്ടൽ കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വലിഞ്ഞു മുറുകിയ, ടൈസ് എന്ന് പറഞ്ഞാൽ കെട്ട്. അവിടെ ആ ഇന്ത്യയും ചൈനയുമായുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ഗോഖലെസ് വിസിറ്റ് ടു ബീജിംഗ്, ഗോഖലെയുടെ ബീജിംഗ് സന്ദർശനം ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം, ആയിരുന്നു aimed at laying the road map. എയിം എന്ന് പറഞ്ഞാൽ ഉന്നം വയ്ക്കുക എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ലേയിങ് ദ റോഡ് മാപ്പ്, ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കാൻ. ഫോർ ദ കമ്മിങ് ഇയർ, അടുത്ത വർഷത്തിൻ്റെ ഒരു മുന്നൊരുക്കമായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻക്ലൂഡിങ് ഡിസ്കഷൻ, ചർച്ചകളിലൂടെ, ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഡിസ്കഷൻ ചർച്ചകൾ ഉൾക്കൊള്ളിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ചർച്ചകളിലൂടെ, ഓൺ വിസിറ്റ് ബൈ ദ റെസ്പെക്റ്റീവ് ഫോറിൻ മിനിസ്റ്റേഴ്സ് ആൻഡ് അതർ ഒഫീഷ്യൽസ്, ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും അതേപോലെ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയും വിസിറ്റിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്താം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരുന്നത് ഇതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫ്രം ന്യൂഡൽഹിയിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, 3 ചൈന ഹാൻഡ്സ് ആർ അറ്റ് വർക്ക്, ഇന്ത്യയുടെ 3 കരങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. ആരാണ്? ഒന്ന് ഗോഖലെയാണ്. ഹു ഹാസ് സ്പെൻഡ് എ ബെറ്റർ പാർട്ട് ഓഫ് ഹിസ് കാരിയർ, അദ്ദേഹം ചെലവഴിച്ചു എ ബെറ്റർ പാർട്ട് ഓഫ് ഹിസ് കാരിയർ, അദ്ദേഹത്തിൻ്റെ ജോലിയുടെ പ്രധാന ഭാഗം, ഡീലിംഗ് വിത്ത് ചൈന, ചൈനയുമായുള്ള ഡീലിംഗ് ആയിരുന്നു, ചൈനയുമായുള്ള ചർച്ചകളും മീറ്റിങ്ങുകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഭാഗം. ഹാവിങ് സെർവ്ഡ്, അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു ഇൻ ബീജിംഗിലും ഹോങ്കോങ് ആൻഡ് തായ്പേയ്, അവിടെ ആ സ്ഥലങ്ങളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. ഇന്ത്യൻ എൻവോയ്സ്, സെക്കൻഡ് വൺ, ഇന്ത്യൻ എൻവോയ്സ്, ഇന്ത്യയുടെ പ്രതിനിധിയായ ഗൗതം ബാംവൽ എന്ന ആള്, ഹു വാസ് ജോയിന്റ് സെക്രട്ടറി ഈസ്റ്റ് ഏഷ്യയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഫ്രം ഡിസംബർ 2009 ടു ജൂലൈ 2014 വരെ അദ്ദേഹം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ആൻഡ് ഹാഡ് സക്സീഡഡ്, അദ്ദേഹം പിന്തുടർന്നു വന്നു ഗോഖലെയ്ക്ക് ശേഷം അദ്ദേഹം വന്നു ആസ് ജോയിന്റ് സെക്രട്ടറി ആയിട്ട്. ആസ് വെൽ ആസ്, അതുപോലെ ഇന്ത്യൻ അംബാസഡർ ടു ചൈന, ചൈനയുടെ ഇന്ത്യൻ അംബാസഡറായും ജോയിന്റ് സെക്രട്ടറി ആയിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഓക്കെ, ഇനി 3-ാമത്തെ ആള് പ്രണയ് വർമ്മ എന്ന ആളാണ്. കറന്റ്ലി ജോയിന്റ് സെക്രട്ടറിയാണ്, ഈസ്റ്റ് ഏഷ്യയുടെ കറണ്ട് ജോയിന്റ് സെക്രട്ടറിയാണ്. ആൻഡ് ദ ഒഫീഷ്യൽ ചൈനീസ് ട്രാൻസ്ലേറ്റർ, ഔദ്യോഗിക ചൈന ട്രാൻസ്ലേറ്ററാണ്. ട്രാൻസ്ലേറ്റർ എന്നാൽ ഭാഷ വിവർത്തനം ചെയ്യുന്ന ആളാണ്. ഇൻ ദ അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ്, അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഔദ്യോഗിക ചൈന ട്രാൻസ്ലേറ്ററുമായിരുന്നു ഇദ്ദേഹം. ഓക്കെ, അപ്പോൾ ഈ 3 പേരും വളരെ പ്രധാനമായ
ക്രൂഷ്യൽ റോളാണ് ഇന്ത്യ ചൈനയുമായുള്ള ബന്ധത്തിൽ നടത്തിയത് എന്നാണ് ഈ പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, സോഴ്സസ് സെഡ് ദാറ്റ്, സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉറവിടം. അപ്പോൾ ഇവിടെ ഒഫീഷ്യലായ ഔദ്യോഗിക ന്യൂസുകൾ പറയുന്നു എന്താണ്, that Modi is scheduled to visit Qingdao in China. ചൈനയുള്ള ഖിൻദാവോ സന്ദർശനം മോദി ഷെഡ്യൂൾ ചെയ്തു, പ്ലാൻ ചെയ്തു വിസിറ്റ് ടു ഖിൻദാവോ ഇൻ ചൈന, ചൈനയിലെ ഖിൻദാവോ സന്ദർശിക്കാൻ വേണ്ടി ഇൻ ജൂണിൽ ദിസ് ഇയർ, ഈ വർഷം, ഫോർ ദ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ. ഇസ് എ കീ മേക്കർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്നാണ്. കീ മേക്കർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംതിങ്, ഒരു സംഭവമാണ് എന്നർത്ഥം. ന്യൂഡൽഹി ഈസ് കീൻ ടു റീസെറ്റ് ദ റിലേഷൻഷിപ്പ്. കീൻ എന്ന് പറഞ്ഞാൽ വളരെ ഉത്സാഹമുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ന്യൂഡൽഹിക്ക് ആഗ്രഹമാണ് ടു റീസെറ്റ് ചെയ്യാൻ, ഇന്ത്യയുമായുള്ള മുമ്പുള്ള അതേ സൗഹൃദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. റീസെറ്റ് ദ റിലേഷൻഷിപ്പ്, ഇന്ത്യയുമായുള്ള ആ സൗഹൃദം റീസെറ്റ് ചെയ്യാൻ. അപ്പോൾ റീസെറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഇന്ത്യയുമായി സൗഹൃദമായിരുന്നു, പിന്നെ അത് കുറച്ച് വഷളായി. അപ്പോൾ അതിന് ക്ലിയർ ചെയ്യാൻ ന്യൂഡൽഹിക്കും ഇന്ത്യക്കും വളരെ ആഗ്രഹമാണ് എന്നാണ് ഈ പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. At the talks held by the foreign secretary നടത്തിയ സംഭാഷണത്തിൽ the two sides decided, രണ്ടുപേരും ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു, to build on, നിർമ്മിക്കാൻ, the convergences between them. convergences എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടൽ എന്നൊക്കെ അർത്ഥം. അപ്പോൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരുമിച്ച് കൂടൽ. and address the differences, അഭിമുഖീകരിക്കാൻ, ഡിഫറൻസസ് ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വൽ റെസ്പെക്ട്. ഓൺ ദ ബേസിസ് ഓഫ് എന്നാൽ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ, ഓൺ ദ ബേസിസ് എന്ന അടിസ്ഥാനത്തിൽ മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പരം റെസ്പെക്റ്റോടുകൂടി, ബഹുമാനത്തോടുകൂടി. ആൻഡ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അവബോധത്തോടുകൂടിയും, ടു ഈച്ച് അതർ, പരസ്പരം അവബോധത്തോടുകൂടിയും, ടു ഈച്ച് അതേഴ്സ് കൺസേൺ, പരസ്പരം ഉള്ള കൺസേണുകൾ പരിഗണിച്ചുകൊണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും, അതേപോലെ ചൈനയുടെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ വാദങ്ങളും ഇന്ത്യയുടെ വാദങ്ങളും കേട്ട് വളരെ അവബോധത്തോടുകൂടെ രണ്ടു കൂട്ടരും കൂടുതൽ കൂടി ചർച്ച ചെയ്ത് പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം. അതേപോലെ ഇൻട്രസ്റ്റ്, അവരുടെ രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യവും കൺസേൺസും ആൻഡ് ആസ്പിറേഷൻസ് എന്ന് പറഞ്ഞാൽ അഭിലാഷവും. അപ്പോൾ നമ്മുടെ ഈ പ്രശ്നത്തിൽ അവരുടെ കൺസേൺ എന്താണ്, അതേപോലെ അത് എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ള മേഖലകൾ ആലോചിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കണം എന്നാണ് രണ്ടുപേരുമായുള്ള ചർച്ചയുടെ ഒരു ആകത്തുക. ഓക്കെ, ദ ചൈനീസ് സൈഡ്, ചൈനയുടെ ഭാഗം സെഡ് പറയുന്നു, ഇറ്റ് ഹോപ്പ് ഇന്ത്യ വുഡ് ഹാൻഡിൽ ദ സെൻസിറ്റീവ് ഇഷ്യൂസ്. ഇറ്റ് ഹോപ്പ്, പ്രതീക്ഷിക്കുന്നു, ഇന്ത്യ കൈകാര്യം ചെയ്യും സെൻസിറ്റീവ് ഇഷ്യൂസ്, വളരെ ഗൗരവമുള്ള ഈ പ്രശ്നങ്ങളെ. സെൻസിറ്റിവിറ്റി എന്ന അവബോധമാണ്. അപ്പോൾ ഇവിടെ ഗൗരവമുള്ള ഇഷ്യൂസുകളെ ഇന്ത്യ ഹാൻഡിൽ ചെയ്യും. പ്രൂഡൻ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപൂർവമായ, വിവേകപൂർവമായി ഇതിനെ ഇന്ത്യ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ചൈനയുടെ ഭാഗത്തു നിന്ന് പറയുന്നു. ഓക്കെ, യഥാർത്ഥത്തിൽ ഗോഖലെ വാസ് ഇൻ ദ ബീച്ചിങ് ഓൺ ദ ഡേ, ഗോഖലെ ബീച്ചിങ്ങിലായിരുന്നപ്പോൾ ചൈന ലിഫ്റ്റഡ് ഇറ്റ്സ് ഒബ്ജക്ഷൻ, ചൈന അവരുടെ എതിർപ്പ് ഉയർത്തി കാണിച്ചു. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉയർത്തി, ഇറ്റ്സ് ഒബ്ജക്ഷൻ അവരുടെ എതിർപ്പ്, ടു ഗ്രേ ലിസ്റ്റിംഗ് ഓഫ് പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ചേർക്കാൻ. വിത്ത് ദ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, FATFന്റെ കരിമ്പട്ടികയിൽ ചേർക്കാൻ. ഓവർ ടെറർ ഫൈനാൻസിങ്, ഒരു ഭീകരവാദ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ചേർക്കണമെന്നുള്ള വാദത്തെ ചൈന എതിർത്തു. ഇൻ എ മേജർ അച്ചീവ്മെന്റ് ഫോർ ഡൽഹി, അതെന്തായിരുന്നു, ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമായിരുന്നു. അതിനെ ബീജിംഗ് എതിർത്തു. കഴിഞ്ഞ സാറ്റർഡേ ദ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ
also issued a statement. Chinese foreign minister ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തു, പുറപ്പെടുവിച്ചു. ഓൺ ഗോഖലെസ് വിസിറ്റ്, ഗോഖലെയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തു. സേയിങ് ദാറ്റ്, ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? ദ ടു സൈഡ്സ്, രണ്ട് രാജ്യങ്ങളും, രണ്ട് വശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് രാജ്യങ്ങളും ഷുഡ് എൻഹാൻസ്, അവർ വർദ്ധിപ്പിക്കണം, വിപുലീകരിക്കണം. സ്ട്രാറ്റജിക്കൽ മ്യൂച്വൽ ട്രസ്റ്റ്, തന്ത്രപരമായ പരസ്പര വിശ്വാസം. സ്ട്രാറ്റജിക്കൽ എന്ന് പറഞ്ഞാൽ തന്ത്രപരമായ, മ്യൂച്വൽ പരസ്പരം, ട്രസ്റ്റ് വിശ്വാസം. ആൻഡ് ആക്സലറേറ്റ് കോമൺ ഡെവലപ്മെൻറ്റ്. ആക്സലറേറ്റ് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കണം. ആക്സലറേറ്റ് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഉണ്ടാകുന്ന ആക്സലേറ്റർ അല്ലേ, അതിൻ്റെ വേർബൽ ഫോമാണ്. ആക്സലറേറ്റ്, അത് വർദ്ധിപ്പിക്കണം. കോമൺ ഡെവലപ്മെൻറ്റ്, സാധാരണയുള്ള വികസനം. ഇൻ ലൈൻ വിത്ത്, ഒരു ലൈനിൽ, ഏത് ലൈനിൽ? ദ പൊളിറ്റിക്കൽ കൺസെൻസസ്, രാഷ്ട്രീയമായ പൊതുസമ്മതത്തിൻ്റെ മേലിൽ. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയപരമായ ഒരു പൊതുസമ്മതത്തിൻ്റെ മേലിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഓഫ് ദ ലീഡേഴ്സ് ഓഫ് ടു കൺട്രീസ്, രണ്ട് രാജ്യങ്ങളുടെ നേതാക്കളുടെ പൊതുസമ്മതത്തിൻ്റെ മേലിലായിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, വി ഹോപ്പ് ദാറ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്നു, ദ ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യയുടെ ഭാഗം എന്നാണ് ഇന്ത്യ, വിൽ ഹാൻഡിൽ, അവർ കൈകാര്യം ചെയ്യും, സെൻസിറ്റീവ് ഇഷ്യൂ, ഈ ഗൗരവമേറിയ ഈ പ്രശ്നങ്ങളെ പ്രൂഡൻ്റലി, വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യും. ആൻഡ് വർക്ക് വിത്ത് ചൈന, ഇന്ത്യയുമായി വർക്ക് ചെയ്യുന്ന സഹകരിക്കും. ടു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ദ സൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ചൈനീസ് റിലേഷൻ. സൗണ്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ, സൗണ്ട് മെയിൻറ്റെയിൻ എ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരത്തെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആരോഗ്യകരമായ ഒരു വികസനത്തിന് വേണ്ടി, എന്തിൻ്റെ? ഓഫ് ചൈന ഇന്ത്യ റിലേഷൻ, ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഒരു ആരോഗ്യകരമായ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി ഇന്ത്യ വളരെ ഈ പ്രശ്നങ്ങളെ വളരെ ബുദ്ധിപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഫോറിൻ മിനിസ്റ്റർ വാങ് സെഡ്, വാങ് പറയുന്നു, ബോത്ത് വാങ് ആൻഡ് യാങ്, രണ്ടുപേരും ഹാഡ് വിസിറ്റഡ്, അവർ സന്ദർശിച്ചു, ന്യൂഡൽഹി ഇൻ ദി ഡിസംബർ ന്യൂഡൽഹി സന്ദർശിച്ചിരുന്നു, ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. ടു കിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കിക്കർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും, ചില ബൈക്കുകളൊക്കെ കിക്കർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യില്ല, അതിന് കിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരംഭിക്കാൻ, ദ ബൈലേറ്ററൽ ഡയലോഗ്, രണ്ടുപേരുടെയുമുള്ള ആശയവിനിമയങ്ങൾ, ഡയലോഗ് എന്ന് പറഞ്ഞാൽ സംസാരം എന്നുള്ളൂ. ആഫ്റ്റർ 10 weeks സ്റ്റാൻഡ് ഓഫ് അറ്റ് ഡോക്ടറമില്ല, 10 ആഴ്ച ഒരു സ്റ്റാൻഡ് ഓഫ് ഉണ്ട്, അതിനുശേഷം ഒരു വിട്ടുനിൽക്കലുണ്ട്, അതിനുശേഷം ഒരു ആരോഗ്യമായ ചർച്ച നടത്തി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ന്യൂഡൽഹി നൗ വാണ്ട്സ് ടു സീസ് ദ ഓപ്പർച്യൂണിറ്റി ടു റീസെറ്റ് ദ റിലേഷൻഷിപ്പ്. ന്യൂഡൽഹി നൗ വാണ്ട്സ്, ന്യൂഡൽഹി ഇന്ത്യക്ക് ആവശ്യമുണ്ട്, ഇപ്പോൾ ആവശ്യമുണ്ട്. ടു സീസ് എന്ന് പറഞ്ഞാൽ പിടിക്കാൻ, ദ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരത്തെ പിടിക്കാൻ. ടു റീസെറ്റ് ദ റിലേഷൻഷിപ്പ്, ഒരു ഇന്ത്യയുമായുള്ള ചൈനയുമായുള്ള ബന്ധത്തെ റീസെറ്റ് ചെയ്യാൻ, പുതുക്കാനുള്ള ഒരു അവസരത്തെ പ്രതീക്ഷിച്ച് ഇന്ത്യ നിൽക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അവസരമാണ്. ആസ് പ്രസിഡന്റ് സി മോസ് കൺസോളിഡേറ്റ് ഹിസ് പവർ, ഇപ്പോൾ ചൈനൻ പ്രസിഡന്റ് മോർ ടു കൺസോളിഡേറ്റ് ഹിസ് പവർ, അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, ഉറപ്പിക്കുന്നു. കൺസോളിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു എന്ന് കരുതാം. അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അദ്ദേഹം ഉറപ്പിക്കുന്നു. ഫ്രം കളക്റ്റീവ് ലീഡർഷിപ്പ് ടു സിംഗിൾ മാൻ റൂൾ, അദ്ദേഹത്തിൻ്റെ കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ, കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉള്ള ഒരു ലീഡർഷിപ്പ്, നേതൃത്വം എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഇവിടെ ജനാധിപത്യത്തിൽ നിന്നും സിംഗിൾ മാൻ റൂൾ, ഒരു സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള ഒരു മൂവ്മെൻ്റ്, സിംഗിൾ മാൻ പവറാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് പവറുണ്ട്. അപ്പോൾ ഇന്ത്യ ചൈന ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ എന്നാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. ഓക്കെ, though the differences between the New Delhi and Beijing remain in variety of issues. Though the differences between New Delhi and China, ഇന്ത്യ ചൈനയുമായുള്ള പ്രശ്നങ്ങൾ റിമെയിൻ, അത് അവശേഷിക്കുന്നു. ഓൺ എ വെറൈറ്റി ഓഫ് ഇഷ്യൂസ്, ഒരുപാട് പ്രശ്നങ്ങളിൽ അവശേഷിക്കുന്നതിനാൽ ഇന്ത്യ ചൈനയുമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദ ടു സൈഡ്സ്, രണ്ടുപേരും ഹാവ് വൺസ് അഗെയിൻ എഗ്രീഡ്, ഒരു തവണ കൂടി
സമ്മതിച്ചിട്ടുണ്ട് ടു വർക്ക് ടുഗദർ, ഒരുമിച്ച് നിൽക്കാൻ, ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ രണ്ടുപേരും ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. ആൻഡ് ടു നോട്ട് വിഷ്, അവർ ആഗ്രഹിക്കുന്നില്ല ടു സീ, കാണാൻ ദ ടിബറ്റൻ ഇഷ്യൂ, ഈ ദലൈലാമയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ആ ഇഷ്യൂ എമേർജിങ്, അത് ആവിർഭവിക്കുന്നു ആസ് എ റിച്ചൻഡ് അഗെയിൻ, വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ടിബറ്റൻ പ്രശ്നം ഒരു പ്രശ്നമാക്കിയെടുക്കാതെ ഇന്ത്യ ചൈനയുമായുള്ള ഒരു ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവൃത്തിയുമായി അവർ മുന്നോട്ട് പോകും എന്നാണ് ഈ പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാകാനുള്ളത്. എമേർജിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എമേർജിങ് കേരള എന്ന ഒരുപാട് ക്യാമ്പയിൻ നമുക്ക് കാണാം. അപ്പോൾ എമേർജിങ് എന്ന് ആവിർഭവിക്കുക, ഉത്ഭവിക്കുക എന്നൊക്കെ അർത്ഥം. റിച്ചൻഡ് പറഞ്ഞാൽ അരോചകമായി തോന്നുക, പ്രകോപിപ്പിക്കുക, ദേഷ്യം പിടിപ്പിക്കുക, അതിനൊക്കെയാണ് റിച്ചൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഇന്ത്യ ചൈനയുമായുള്ള ബന്ധത്തെ വഷളാക്കുകയില്ല എന്നാണ്, ഈ ടിബറ്റൻ ഇഷ്യൂ ആകുകയില്ല എന്നാണ് ഈ പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ മെൻഡിങ് ഫെൻസസ് എന്നുള്ള നമ്മുടെ ഈ ടൈറ്റിലിംഗ് ഇവിടെ, ഈ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ന്യൂസിൻ്റെ ആദ്യത്തിൽ പറഞ്ഞു നമുക്ക് ഈ ഓരോ ന്യൂസിനും ഓരോ എക്സസൈസ് ഉണ്ട്. നമ്മുടെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ന്യൂസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക, അതിൻ്റെ ആശയം എഴുതിയെടുക്കുക, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അതേ വേർഡുകൾ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടേതായ വേർഡുകൾ നിങ്ങൾ ആഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അതിനെ വീണ്ടും നിങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാത്ത വേർഡുകൾ ഉപയോഗിച്ച് വീണ്ടും അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വൊക്കാബുലറി നമുക്ക് വർദ്ധിപ്പിക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് ഓർമ്മപ്പെടുത്തി, സീ ബൈ.